നമസ്കാരം. പ്രോ മൈൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയുമായി നമ്മളിന്ന് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാൻ ഇന്ത്യൻ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു അമ്മയാണ്. രഞ്ജിമാർ ഞാനങ്ങനെ വിളിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നണ്ട, ഞാൻ ഒത്തിരി കാലമായിട്ട് അങ്ങനെയാണ് വിളിച്ചുകൊണ്ട് പോന്നിരിക്കുന്നത്. നമുക്കിന്ന് സാധാരണ ഒരുപാട് ഇന്റർവ്യൂസ് എല്ലാവരും കണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവർത്തിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ട് നമുക്ക് കൂടുതൽ ഒരു പേഴ്സണൽ പ്രൊഫഷണൽ ടച്ചിൽ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് അറിയാൻ ശ്രമിക്കാം. അതായിരിക്കല്ലേ നല്ലത്? രണ്ടും കൂടി എന്നെ ഇല്ല വട്ടം കൂടിയിട്ട് പിടിക്കാൻ വന്നിരിക്കുകയാണോ? അത്രയും സക്സസ്ഫുൾ ആയിട്ടൊരു ലീഡിംഗ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സക്സസ്ഫുൾ? സക്സസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ഇപ്പൊ നമ്മള് മാഡം ഇരിക്കുന്നതൊരു മേക്കപ്പ് ഇൻഡസ്ട്രി. കേരളത്തിലെ മേക്കപ്പ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നെയിം ആരുടേതാണ് വരുന്നത്? ചുമ്മാ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന നെയിം മറ്റുള്ളവർ ഐഡിയൽ ആയിട്ട് കാണുകയാണ് മാഡം. മനുഷ്യന്റെ സക്സസ്ഫുൾ എന്ന് പറയുന്നത് മരണമാണ്. യുനോ അത് സ്പിരിച്വൽ ലെവലിൽ ഇങ്ങനെ പറയല്ലേ? സ്പിരിച്വൽ അല്ല, റിയാലിറ്റിയാണ്. ബിക്കോസ് നമ്മളൊരു മനുഷ്യന്റെ സക്സസ് എന്ന് പറയുന്നത് അവൻ എന്തൊക്കെ നേടിയാലും അടുത്തതിലേക്കുള്ള ഓട്ടത്തിലാണ്. യുനോ, അപ്പോൾ എവിടെയും നമുക്ക് സക്സസ് എന്ന് പറയാൻ പറ്റുന്നില്ല. ആം സ്ട്രഗ്ലിങ്, ആം റണ്ണിങ്. എനിക്ക് ചോദിക്കാനില്ല, അത്രയും ഒരു ലീഡിങ് ഒരു ഫേം നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ദുബായിലാണ് അല്ലെ? അപ്പം നാട്ടിൽ അത്രയും സക്സസ്ഫുൾ ആയി പേരെടുത്ത് അത്രയും സെലിബ്രിറ്റീസിന്റെ ഒരു മേക്കപ്പ് ഇൻഡസ്ട്രി തന്നെ ലീഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ദുബായിലോട്ടേക്ക് ഒരു ബിസിനസ് ചേക്കാരനാണ്. അതെ, അത്രയും ബിസി ലൈഫാണ് നാട്ടില്. നമുക്ക് രഞ്ജോമ എത്തിപ്പെടുക, രഞ്ജോമയുടെ ഒരു മേക്കപ്പ് സോറി രഞ്ജു ഒരു വടിയെടുത്ത് എനിക്കങ്ങനെ വിളിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. അതൊരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് കണ്ടിട്ടാണ് ദുബായിലേക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ദുബായിയാണ്. കാരണം സത്യം പറഞ്ഞാൽ ഞാനിവിടെ ദുബായ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിവിടെ ഞാൻ പോകുന്നത് ദുബായ് മാള്, ഷോപ്പ്, വീട്, ഈ 3 സ്ഥലങ്ങൾ മാത്രമേ ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ എങ്കിലും ഞാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് ദുബായ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ഫസ്റ്റ് ഹോം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് എ സെക്കൻഡ് ഹോം. എൻ്റെ ഫസ്റ്റ് ഹോം ദുബായ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. നോ സമ്മർ വിൻ്റർ അതെല്ലാം ഡസൻറ്റ് മാറ്റർ. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നാട്ടിൽ ഒന്നിനും വില നോക്കാറില്ലാത്ത ഒരാളാണ്. പക്ഷെ ഇവിടെ ഞാൻ എല്ലാത്തിനും വില നോക്കും. ഞാൻ ഭയങ്കര കണ്ണിങ്ങാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ 15 ദിറംസാണ് ടാക്സി ചാർജ് വരുന്നത്. ഞാനത് കറക്റ്റ് 12 ആകുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നടക്കും. അപ്പൊ റിയലി നല്ലൊരു ബിസിനസ് മൈൻഡ് തന്നെയാണ് എപ്പോഴും. അല്ല, ഞാൻ 3 രൂപ 3 ദിറംസ് ലാഭിക്കാൻ നോക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? ഞാനൊരിക്കലും ലാവിഷ് ലൈഫ് ആസ്വദിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഈവൻ ഇപ്പോൾ ദുബായ് ആണെന്നുണ്ടെങ്കിലും നാടാണെന്നുണ്ടെങ്കിലും എന്നെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫൈല് കണ്ടിട്ട് എൻ്റെ ഒരു വാല്യൂ കണ്ടിട്ട് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിന് എൻ്റെ ലാവിഷ് ലൈഫ് ഒരിക്കലും എഫക്റ്റ് ആവില്ല. മീൻസ് അവിടെയാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യുനോ, അതാണ് ഈ സക്സസ് എന്ന് പറയുന്നതിനെ കുറിച്ച് വീണ്ടും ടോപ്പിക് വന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ നമുക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ ഏറ്റവും പേരെടുത്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഒരു വിപില സാറുടെ മകളുടെ കല്യാണം. ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് ട്രൈ ചെയ്തതിന് ശേഷമാണ് മാഡത്തിന് ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ദുബായിൽ ഏതെങ്കിലൊക്കെ, കാരണം ഇവിടെ ഇതുപോലെ നമുക്ക് നാട്ടിൽ നിന്ന് നമ്മളൊരു കല്യാണത്തിന് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി തവണ നോക്കണം. ഇന്ന ദിവസം രഞ്ജുവിനെ കിട്ടുന്ന ദിവസം നോക്കി മുഹൂർത്തം വരെ വെക്കുന്ന ആൾക്കാരുണ്ട്, ദിവസം വെക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇവിടുന്നും ഒരുപാട് ഈവൻ ഇപ്പം അതുപോലെ നടന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഡേറ്റ് നോക്കി, ഡേറ്റ് ഇല്ലാത്ത ദിവസം അല്ലെങ്കിൽ എൻ്റെ ഫ്രീ ഡേറ്റ് നോക്കി വെഡ്ഡിങ്ങുകൾ വെച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. അതൊരു സമയം, എന്താ പറയാ, ഏതൊരു ആർട്ടിസ്റ്റിനും ഒരു സമയം ഉണ്ടാവും. അപ്പം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അന്ന് 10 മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇന്ന് 100 മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്.
എല്ലാവരും ക്വാളിറ്റി ആയിട്ടുള്ളവർ തന്നെയാണ്. ഒരിക്കലും നിങ്ങൾക്കൊരു പ്രത്യേക കൈപ്പുണ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നന്നായിട്ട് കറി വെക്കും കേട്ടോ. അതെനിക്കറിയാം, ഞാൻ ഒരു ദിവസം കഴിച്ചിട്ടുണ്ട് കൈപ്പുണ്യം. നല്ല അസല് മീൻകറി. അല്ലല്ല, ദുബായിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫുർജ് ഖലീഫയിൽ ഞാൻ വെഡിങ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഹയാത്തില് ഡബ്ല്യൂല് വരാൻ പോകുന്ന ഒരുപാട് വാല്യൂ ആയിട്ടുള്ള ഹൈ പ്രൊഫൈൽ വെഡിങ്ങുകൾക്ക് എന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതെല്ലാം സക്സസ് ആവട്ടെ. മാഷാ അല്ലാ. താങ്ക് യു. ഓക്കെ, പിന്നെ എനിക്കൊരു ചെറിയൊരു കാര്യം ചോദിക്കണം, പിണക്കമൊന്നും തോന്നണ്ട. അതായത് സ്റ്റാറ്റസ് ഞാൻ എന്നും കാണുമല്ലോ, നമ്പർ സ്റ്റാറ്റസിൽ എപ്പോൾ സ്റ്റാറ്റസ് ഞാൻ നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് ഞാൻ തുടക്കം മുതൽ വായിച്ച് അവസാനിപ്പിച്ച് വരുമ്പോഴേക്കും എവിടെയോ എന്തോ ഒരു വിരഹം കാണും. പക്ഷെ അത് വിരഹമായിട്ടല്ല അവിടെ നിർത്തുക പുള്ളിക്ക്, രഞ്ജു അങ്ങനെയല്ല നിർത്തുക. അതായത് ആരോ പറ്റിക്കപ്പെട്ടു എന്നൊരു പക്ഷെ അത് പറ്റിക്കുന്നതാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും സ്നേഹിക്കുന്നു. അതാണ് അതിലെ കൺക്ലൂഷൻ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ലോകത്തില് മദർ തെരേസ വരെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, യുനോ? മദർ തെരേസ, സ്ത്രീകളെന്നല്ല, മദർ തെരേസ പോലെ കാരുണ്യത്തിന്റെ എന്താ പറയാ, കനിവിന്റെ മാലാക, അല്ലെങ്കിൽ ഒരു പര്യായം എന്ന് പറയാൻ നമുക്ക് ആദ്യം വരുന്ന പേരാണ് മദർ തെരേസ. ആ മദർ തെരേസ വരെ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള ലോകമാണിത്. അപ്പം എന്നെ സംബന്ധിച്ച് അതെന്താ പറയാ, ഇവനിപ്പം എല്ലായിടത്തും ഉണ്ട്. ഇവനിപ്പോ കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും വഞ്ചിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുടുംബത്തില് അടിയും വഴക്കും വെട്ടും കുത്തും കൊലപാതകവും നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ്. വസ്തു ഓഹരി വെക്കുന്ന സമയത്താണ് തനി സ്വരൂപം എല്ലാവരും പുറത്തേക്ക് വരുന്നത്. എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, അച്ഛൻ്റെ അത് കിട്ടിയില്ല, അമ്മയുടെ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടി. ആ സമയത്താണ് നമ്മൾ റിയൽ ആയിട്ടുള്ള നമ്മളെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിൽ ഇത്രയും കാലം കണ്ണേ പൊന്നേന്ന് എന്നതുപോലെയാണ് സൗഹൃദത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രണയത്തിൻ്റെ കാര്യത്തിലും. ബ്ലെസ്സിങ് ഫ്രം ഗോഡ്, എനിക്കൊരു പ്രണയ ജീവിതം ഉണ്ടായിട്ടില്ല. ഞാൻ ആരുടെയും കൂടെ ലിവിങ് ടുഗദർ ജീവിച്ചിട്ടില്ല. ഞാൻ ആ ഒരു മേഖലയിലേക്ക് ഞാൻ പോയിട്ടില്ല. പക്ഷെ എനിക്കൊരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. കാരണം എൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ അറിയുകയും എൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഏത് പാതിരാത്രിക്കും എപ്പോൾ വേണമെങ്കിലും എനിക്ക് കൂട്ടുവരാനും എനിക്ക് പോകാനും കയറി ചെല്ലാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ചില സൗഹൃദങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ സൗഹൃദങ്ങൾ നല്ല നിലയിലല്ല, ഞാൻ കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് എനിക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെയാണ് നമ്മൾ അറിയുന്നത്. അതെ, എന്നിട്ട് ഞാൻ ചാൻസ് കൊടുത്തു ബിക്കോസ് ഇത് എൻ്റെ സന്തോഷം അവിടെയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഫീൽ ചെയ്തിരുന്നത് അവിടെയായിരുന്നു. എന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഞാൻ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പോയി. ഫൈനലി ഞാൻ മനസ്സിലായി, അവിടെ ഞാൻ എന്നെ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. എന്താണ് ഞാൻ ഒരിക്കലും കമ്പാരിസൺ കൊടുക്കുന്ന ഒരാളല്ല. നീ അങ്ങനെ ഞാനിങ്ങനെ അങ്ങനെ നോക്കുന്ന ഒരാളെ അല്ല. പക്ഷെ എൻ്റെ ഈ ഒരു സൗഹൃദത്തിൽ ഞാൻ കമ്പയർ ചെയ്യാൻ തുടങ്ങി. സോ എന്ത് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്, എന്ത് ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എഫേർട്ട് എടുക്കുന്നത്, അതെനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പതുക്കെ അതവിടെ മടക്കി ഭദ്രമാക്കി അവിടെ ഉണ്ട്. എൻ്റെ സൗഹൃദം അവിടെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. എനിക്കിപ്പോൾ യാതൊരുവിധ പരാതികളും ഇല്ല. എനിക്ക് മെസ്സേജ് അയക്കാത്ത എന്താ, എൻ്റെ ഇൻസ്റ്റാ റീലിന് ലൈക്ക് ചെയ്യാത്ത എന്താ. എന്നാലും ഇപ്പോഴും ഒരു കോണ്ടാക്ട് ചെയ്യോ? സോ കോണ്ടാക്ട്സ് വിൽ ബി ഗോയിങ് ഓൺ. അതുണ്ടാവുമല്ലോ. നമ്മുടെ മനസ്സിന്നല്ല, എൻ്റെ മനസ്സിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇവനിപ്പോൾ എൻ്റെ റീലിന് ലൈക്ക് ചെയ്യാതെ ഉടുതുണിയില്ലാത്ത ചില റീലുകൾക്ക് ലൈക്ക് ചെയ്യുന്നു. അതൊന്നും എന്നെ ബാധിക്കുന്നൊരു വിഷയമല്ലാതായി മാറി. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവക്കടൻ്റെ ഇത് കൊണ്ടുപോയി നീ ലൈക്ക് ചെയ്തില്ല, എൻ്റെ അതിന് ചെയ്തില്ല, നീ കണ്ടില്ലേടാ എൻ്റെതെന്ന് ഞാൻ ചോദിക്കുന്ന ഒരാൾ ഓടപ്പില്ലേ, നീ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെയ്യും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പേഴ്സണാലിറ്റിയുടെ കാര്യത്തിൽ വന്നപ്പോൾ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ രഞ്ജുവിനുണ്ടായ ഒരു കസ്റ്റമേഴ്സിനോടുള്ള അപ്രോച്ചും ഇപ്പോൾ ഒരു ലീഡിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു രീതിയിൽ ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുമ്പോഴും ആ കസ്റ്റമേഴ്സിനോടുള്ള അപ്രോച്ചസിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ്? ഇല്ല, കസ്റ്റമേഴ്സ് ഓൾവേസ് മീ കസ്റ്റമേഴ്സ്. അവരെ എനിക്ക് കസ്റ്റമേഴ്സായിട്ടല്ല ഞാൻ കാണുന്നത്.
യുനോ. അതെ അതെ അതെ. ഞാൻ ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും അവരെ നമ്മൾ ഒരു വലിയ പ്രശസ്ത വ്യക്തികളെന്നോ അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിരിക്കുന്നവരോട് പെരുമാറും അങ്ങനെയൊന്നുമില്ല. എല്ലാം ആര് വന്നാലും ഒരുപോലെയാ, അതറിയാം. അതിപ്പോൾ നാട്ടിലാണെങ്കിൽ രഞ്ജുമ്മ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ വീഡിയോ, അതായത് പാവപ്പെട്ട വീടുകളിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് വെറുതെ മേക്കപ്പ് ചെയ്തിട്ട് പോകും അല്ലേ? അത് നമ്മുടെ ഒരു പാഷൻ അതാണ്. ചാരിറ്റി ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്ന ചാരിറ്റികളൊന്നും തന്നെ അല്ല, അവർക്ക് എഫേർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റികളൊന്നും തന്നെ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അല്ല, അത് എന്ന് പറഞ്ഞത് ആ കുട്ടിക്ക് ഒരിക്കലും രഞ്ജുമ്മയുടെ കയ്യിൽ നിന്ന് വന്നിട്ട് ഒരു മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരിലും ആ ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ വരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിലും നാട്ടിൽ വരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിലും അവരുടെ കൺസേൺ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് അത് തുടക്കം മുതൽ ഒടുക്കം വരെ അവരുടെ ഒരു ഹാപ്പിനെസ് കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. അല്ലാതെ ഒരു എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റാറ്റസ് കുറച്ച് മാറിയപ്പോൾ ബാക്ക് ടു രഞ്ജിമാർ, ഇന്നത്തെ രഞ്ജിമാർ ആ ഒരു നോക്കുമ്പോൾ, ഇവനിപ്പോൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഒരു 100 പേര് നിൽക്കുന്നിടത്തൊരു 10 പേരെങ്കിലും വന്നിട്ട് രഞ്ജിമാറല്ലേ ഫോട്ടോ എടുക്കട്ടോ എന്നൊക്കെ ചോദിക്കുന്ന അതൊരു വലിയൊരു കാര്യം തന്നെ. ഇല്ല, എൻജോയ് ചെയ്യാറില്ല, ഒരിക്കലും എൻജോയ് ചെയ്യാറില്ല. സം ടൈംസിൽ ഞാൻ എപ്പോഴും എയർപോർട്ടിൽ ഒരു സ്ലീപ്പിംഗ് മൂഡിലായിരിക്കും പോകുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് ഒരു മാസത്തിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളാണ്. ഞാൻ എപ്പോഴും ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് എടുക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഈ ഉറക്കം കണ്ണി നിൽക്കുന്നത് കൊണ്ട് കണ്ടിച്ചിരിക്കും, എന്നാലും ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കാറുണ്ട്. അതൊരു ആസ്വാദനത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഇന്നൊരു രാത്രി ഒരു മേക്കപ്പ് കഴിഞ്ഞിട്ടായിരിക്കും നാട്ടിൽ വെളുപ്പിനൊരു മേക്കപ്പിന് പോകുന്നത്, അതെനിക്കറിയാം. അതുകൊണ്ട് അക്കാര്യം പിന്നെ പറയണ്ട. അങ്ങനെ സംടൈംസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ നാട്ടിലെ അതായത് നല്ല ഒരുപാട് പ്രശസ്തിയിലുള്ള ആൾക്കാർ, സെലിബ്രിറ്റികളൊക്കെ മേക്കപ്പ് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു സമ്മാനങ്ങൾ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? വലിയൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു സമ്മാനം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? അതിൽ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന? അല്ല, അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും അവരുടെ ഇഷ്ടത്തോടു കൂടിയാണല്ലോ തരുന്നത്. അത് എന്റെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബാഗോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളോ കളക്ഷനിലേക്ക് പോയ അന്ന് കിട്ടും. പക്ഷെ ഓരോ ബ്രൈഡുകളും എനിക്ക് തരുന്ന സമ്മാനങ്ങള് വിലമതിക്കാനാവാത്തതാണ്. കാരണം അവരുടെ ഹാർട്ടിൽ നിന്ന്, അവരുടെ ഒരു ഡ്രീം ഡേ ആണ് വെഡിങ് ഡേ. ആ ദിവസം എനിക്ക് തരുന്ന സമ്മാനം ഭയങ്കര ഒരു ഇല്ല, രണ്ടും ഒരുപോലെയാണ്. പക്ഷെ വെഡിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അവരുടെ ഡ്രീം ഡേയിൽ നമുക്കും കൂടി പാർട്ടാകാൻ കഴിയുന്നു എന്നുള്ളതാണ്. മറ്റേത് നമ്മുടെ പ്രൊഫഷനാണ്. മേക്കപ്പിൻ്റെ വേറൊരു പ്രൊഫഷനാണ്. ഇത് പ്രൊഫഷനാണെന്നുണ്ടെങ്കിലും ഇവനിപ്പോൾ ഒരു സാധാരണ ഫാമിലി ആണെങ്കിലും ഒരു ഹൈ ഫാമിലി ആണെന്നുണ്ടെങ്കിലും അവരുടെ ഡ്രീം ഡേ ആണ് വെഡ്ഡിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവരുടെ കൂടെ വെഡ്ഡിങ് മേക്കപ്പ് കഴിഞ്ഞിട്ട് സ്റ്റേജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വെഡ്ഡിങ് കാണുന്നു, അവരുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെന്താന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഹസ്ബൻഡ് അമ്മ പറഞ്ഞിട്ട് അറിഞ്ഞതാണ്, അവരുടെ പെങ്ങളെ കല്യാണത്തിന് ഒരുക്കിയിരുന്നു നിങ്ങൾ. അപ്പോൾ ഒരുക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നിങ്ങൾ ഒരുങ്ങി കണ്ടാൽ നിങ്ങൾ വന്നിട്ട് അവരുടെ കൈയൊക്കെ പിടിച്ച് അവർക്ക് അനുഗ്രഹം കൊടുക്കുക. എന്നിട്ട് ഭയങ്കര അവർക്ക് എൻ്റെ അവർക്ക് ഭയങ്കര അവരുടെ നല്ല പ്രകൃതം കേട്ടോ. എനിക്ക് അവരെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞ നല്ല അങ്ങനെ ആരും ചില ആൾക്കാരൊക്കെ ജാടിയാക്കി അവരങ്ങ് പോകുന്നു. ആ ഒരു ഇതില്ലാതെ അതെല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു അനുഗ്രഹം വാങ്ങി അനുഗ്രഹം കിട്ടുമെന്ന് പറയുന്നത്. അല്ല, നമ്മളിപ്പോ ഒരു വിവാഹം എന്ന് പറയുന്നത് അവര് അച്ഛനും അമ്മയുടെയും ഏറ്റവും വലിയ ഒരു എന്താ പറയാ, കാലാകാലങ്ങളായിട്ട് അവർ ആഗ്രഹിച്ചിരുന്ന ദിവസമാണ്. ആ കുട്ടിയുടെ ഡേ ആണ്. അപ്പൊ അവിടെ നമ്മുടെ ഒരു അനുഗ്രഹം ഒരിക്കലും എന്താ പറയാ, ഈ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള ഒരു അനുഗ്രഹമാണ് നമ്മൾ കൊടുക്കുന്നത്. എപ്പോഴെങ്കിലും ഒക്കെ മേക്കപ്പ് ചെയ്തിട്ട് ആൾക്ക് ഇഷ്ടപ്പെടാതിരുന്നു? പറയാൻ പറ്റില്ലല്ലോ.
ഗുരുവായൂരപ്പാ ഒന്നും ഉണ്ടാവില്ല. എന്നെ എന്റെ മാനത്തെ കാത്തോളണേ. സി ഇനിയിപ്പോ മനസ്സിൽ അത് വെച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുക. അത് No, 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 no tension. ആരും tension. എല്ലാ പ്രൊഫഷനിലും നമുക്ക് mistake ഇല്ല ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഞാൻ മേക്കപ്പ് പഠിച്ചിട്ടുള്ള ആളല്ല. എനിക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വളരെ കുറവാണ്. എനിക്ക് പ്രോഡക്റ്റിനെ പറ്റി നോളജ് ഇല്ലാത്ത ഒരാളാണ്. ബട്ട് ഞാൻ ആദ്യം മുതൽ ചെയ്യുന്ന ഇപ്പം ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തിട്ട് വന്ന് ആണ് ഡ്രസ്സ് മാറി ഇന്റർവ്യൂവിൽ. അതുവരെ ദൈവത്തിന് അനുഗ്രഹത്താൽ ദേ ആർ ഹാപ്പി. ഞാൻ എവിടെയോ വായിച്ചിട്ടോ അല്ലേ, എൻ്റെ ഒരു പെങ്ങള് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സെലിബ്രിറ്റി ആരാണ്? ദീപിക പദുക്കോണാണെന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്. ഓ മൈ ഗോഡ്, എനിക്ക് ഇപ്പൊ പൊങ്കാല വരും ഉറപ്പായിട്ടും. ഇവർക്ക് ഇത് നിർത്താറായിട്ടില്ലേ ദീപിക പ്രാന്ത്? അല്ല, ഞാൻ ദീപികയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് 2006-07 ആ വർഷങ്ങൾ. ആ സമയത്ത് ദീപിക ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. ഇന്നത്തെ ദീപികേനെ കാണണമെങ്കിൽ തന്നെ എന്താ പറയുക, എനിക്ക് ഏറ്റവും വലിയൊരു ഭയങ്കര പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു ആർട്ടിസ്റ്റാണ് ദീപിക പദുക്കോൺ. പക്ഷേ അന്നത്തെ ദീപികയിൽ നിന്ന് ഇന്നത്തെ ദീപിക ഒരുപാട് വളർന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിൽ നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ബിസിനസ് ലോഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് പ്രിയാമണി ഫസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ഞാൻ പ്രിയമണിയുടെ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. ഞാൻ ബിസിനസ് ക്ലാസ്സിലും പ്രിയ ഫസ്റ്റ് ക്ലാസ്സിലും. അപ്പം പ്രിയ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ച്, നിന്റെ ഫേവറേറ്റ് ആൾ ഇവിടെ ഉണ്ടെന്ന്. ഒറ്റ വാക്ക് ഞാൻ ചോദിച്ചു, ദീപികയാണോ എന്ന്. സത്യമായിട്ടും ദീപികയും ദീപികയുടെ കുഞ്ഞ്, അമ്മ, രൺബീർ കപൂർ, എല്ലാവരും, സോറി രൺബീർ സിംഗ്, ഹസ്ബൻഡ് മാറ്റം, രൺബീർ സിംഗ്, എല്ലാവരും ഉണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ. പക്ഷെ ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പം ഞാൻ ബിസിനസ് ക്ലാസ്സിൽ നിന്ന് ഓടി താഴെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരാനായിട്ട്. അപ്പം ഞാൻ പ്രിയ ചേച്ചിയോട് പറഞ്ഞു, പ്രിയ ചേച്ചി പ്ലീസ് ഞാനാണെന്ന് പറ, ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, ആൾക്ക് എന്നെ ഓർമ്മ ഉണ്ടാകും. അപ്പം രഞ്ജു, എനിക്ക് പോലും അങ്ങോട്ട് പ്രവേശനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ഫ്ലൈറ്റ് കയറി, രണ്ടുപേരും ബോംബെ ഫ്ലൈറ്റ് ആണല്ലോ. അപ്പോൾ ബോംബെ ഫ്ലൈറ്റ് കയറി ഫസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കുമ്പം ദീപിക രൺവീറിനോട് പറഞ്ഞത്രേ, അതെ അതിരിക്കുന്ന പ്രിയാമണിയാണെന്ന് പറഞ്ഞപ്പം രൺവീർ വന്ന് സംസാരിച്ചു, പ്രിയാമണിയോട് സംസാരിച്ച് ദീപികയോടും സംസാരിച്ച്. അപ്പം ദീപികയോടും പ്രിയ പറഞ്ഞു നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ആള് ബിസിനസ് ക്ലാസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് സംസാരിച്ചു. ഞാൻ അതേ ദീപിക എന്താ 13ാമത്തെ ഗേറ്റ്, ഞാൻ 15ാമത്തെ ഗേറ്റ്, 2 ഗേറ്റ് വ്യത്യാസത്തിലുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് കാണും, ഉറപ്പാ. എന്നെ ആരും പൊങ്കാല ഇടരുത് കേട്ടോ. ദീപിക അല്ലാതെ വേറൊരു സെലിബ്രിറ്റി നെയിം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ആഗ്രഹിച്ച് ഒരു മേക്കപ്പ് ചെയ്യണമെന്നുള്ള നോ എനിക്ക് ദീപികമാര് ഉണ്ട്, എൻ്റെ മമത മോഹൻദാസ് ഉണ്ട്, എൻ്റെ പ്രിയ ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുപോലെ പിന്നെ മേക്കപ്പ് ചെയ്യുമ്പം ഏറ്റവും നമുക്ക് സ്ട്രഗിൾ വന്ന ഏതെങ്കിലും ഒരു അവസരം, അതായത് നമ്മളോട് ഒട്ടും മാച്ച് ചെയ്യാത്ത പോലെ ചില എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് ഇങ്ങനെ വേണം, അങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവർ ഈ തുടക്കകാലത്ത് വരുമ്പോൾ അവരങ്ങനെയാണ്. ഈ തുടങ്ങുമ്പോൾ എന്താ പറയാ, ഒരു പടമൊക്കെ ഹിറ്റായി, രണ്ടാമത്തെ പടമൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് കുറേ അഭിപ്രായങ്ങളും സജഷൻസുകളും അതും ഇതും ഒക്കെയാണ്. സോ വാട്ട് എവർ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ, അതിൽ എത്രയും നന്നാക്കി നമുക്ക് ചെയ്യാമോ അത്രയും നന്നാക്കി ചെയ്യുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കുറേ കോൺട്രവേഴ്സികളൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മൾ അവിടെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്ത് പോകും. അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഇവരെ കണ്ടിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഹാപ്പി എന്ന് പറയുന്നത് എന്താ പറയാ, നമുക്ക് ഓരോ സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ഷോപ്പിൽ നല്ല കസ്റ്റമേഴ്സ് വന്നു, എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, ഇല്ലേ? ചിലപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ നമ്മുടെ ഷോപ്പിൽ കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നതിനേക്കാൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് നമ്മളെ തേടിയെത്തും. അപ്പോൾ ഹാപ്പിനെസ്സിനൊരു സസ്റ്റെയിൻ ഇല്ല, അതിങ്ങനെ ഡിഫൈൻ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ല സൗഹൃദങ്ങൾ, എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോവുക, കസ്റ്റമേഴ്സിന് എന്താ പറയുക, നല്ല ട്രീറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ്. ഒരു സ്വഭാവം, ഇപ്പോൾ ഉള്ള പല സ്വഭാവങ്ങളിൽ ഒരു സ്വഭാവം എനിക്ക് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ അതില്ലായിരുന്നെങ്കിൽ എനിക്കിത് വേണ്ട, പക്ഷെ എന്നെ കൊണ്ട് ഒഴിവാക്കാനും പറ്റുന്നില്ല, അങ്ങനൊരു
സ്വഭാവം പറയാൻ പറ്റും? ഓവർ അറ്റാച്ച്മെന്റ് ഈവൻ ഇപ്പം ഒരിടത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ള ഓവർ അറ്റാച്ച്മെന്റ്. ഇനി അവിടെ പോകരുത് എന്ന് ശബ്ദം ചെയ്ത് വന്നാലും വീണ്ടും അവിടെ പോകും. മനസ്സിലായില്ലേ? അതെനിക്ക് നിർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ നിർത്തി ഓൾമോസ്റ്റ് ഞാൻ നിർത്തി. അതായത് ഒരു ദുശ്ശീലം എന്ന് അത് ദുശ്ശീലമെന്നല്ല അതിനെ പറയേണ്ടത്. അതെന്താ പറയാതെ അതെന്റെ വീക്ക്നെസ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും വീക്ക്നെസിനെ കുറിച്ച് പറഞ്ഞ പോലെ സ്ട്രെങ്ത് എന്താണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് കാണുന്നത്? ഇപ്പൊ വീക്ക്നെസ് ഇപ്പൊ പറഞ്ഞ ഓവർ അറ്റാച്ച്മെന്റ് ആണ്. പക്ഷെ അതിന്റെ കൂടെ വെക്കുമ്പോൾ സ്ട്രെങ്ത്തും നമുക്ക് പറയാൻ പറ്റില്ലേ? സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്റെ പ്രൊഫഷൻ തന്നെയാണ്. പ്രൊഫഷൻ മൈ കരിയർ. അതെ, അത് തന്നെയാണ് എൻ്റെ സ്ട്രെങ്ത്. അതുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു പക്ഷേ പല 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 പ്രതിസന്ധികളിലും തളർന്നു പോകാതെ നല്ല സ്ട്രോങ് ആയിട്ട് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത്. അതർവൈസ് മറ്റുള്ള ഒരു സ്ത്രീയെ പോലെ വീട്ടിൽ അടച്ചിരിക്കുന്ന ഒരാളായിരുന്നു. ചോറും കറിയും വെക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ ഞാൻ ഡിപ്രഷൻ അടിച്ച് മരിച്ചു പോയി. സ്റ്റേജ് പിന്നെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടല്ലേ? അപ്പൊ ഇനി ഈ പ്രൊഫഷൻ അല്ലായിരുന്നെങ്കിൽ എന്ത് ആവുമായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പറ്റിയിട്ട്? അങ്ങനെയല്ല. അപ്പം അരുൺ പറഞ്ഞതുപോലെ ആ ഒരു മെന്റൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷൻ നമ്മൾ തന്നെയാണ്. മനസ്സിലായി? ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അതിനൊരു മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല. എൻ്റെ സങ്കടങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ അതൊരു കഥ മാത്രമാണ് നിങ്ങൾക്ക്, ഇല്ലേ? നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ ഇൻട്രസ്റ്റ് തോന്നും. ഓ, ഇവൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ആ പോരട്ടെ അടുത്തത് പോരട്ടെ. കാരണം നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാൻ എൻ്റെ ഒരു കഥ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അതിൽ. അതർവൈസ് അതിനകത്ത് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എനിക്ക് തരാൻ പറ്റും ഇല്ല. അപ്പം ഈ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ അനുഭവിക്കണം, ഫേസ് ചെയ്യണം. ഓക്കെ, ഞാൻ തന്നെ അതിനെ ഫേസ് ചെയ്ത് അതിന് ഞാൻ റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. ശരി. അതേപോലെ ഒരു പുതിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇത്രയും മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ മേക്കപ്പിനെ കുറിച്ച് ഒരു പാഷനേറ്റ് ആയിട്ട് വരുന്ന പുതിയ കുട്ടികൾക്ക് എന്താണ് ഒരു പീസ് ഓഫ് അഡ്വൈസ് കൊടുക്കാനുള്ളത്? പഞ്ച്വാലിറ്റി. നമ്മുടെ പ്രൊഫഷനോടുള്ള ഒരു സിൻസിയാരിറ്റി ആൻഡ് പഞ്ച്വാലിറ്റി അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ തന്നെ വരും. നമ്മൾ രഞ്ജു, നമുക്ക് നാട്ടിൽ നല്ല രീതിയിലാണ് നമ്മുടെ ഈ ഡോറ കൊണ്ടുപോകുന്ന മാം അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കാഡമി ഉണ്ട്, ഒരുപാട് കുട്ടികളെ നിങ്ങളവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് നമ്മൾ ദുബായിലും വന്നിരിക്കുന്നത്. ദുബായിലിപ്പം ഓറ ബ്യൂട്ടി ലോഞ്ച് ഉണ്ട്. അതേപോലെ നാട്ടിൽ സക്സസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെയും അതേ രീതിയിൽ വളർന്ന് വലിയൊരു സക്സസ് ആണ്. എന്നിരുന്നാലും അതിലുപരി നിങ്ങൾ രഞ്ജമ്മ വിചാരിക്കുന്ന തരത്തിൽ എത്തിച്ചേരുന്നൊരു രീതിയിൽ എത്തിയാൽ ഇവിടെ അതേപോലെ അക്കാഡമിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ, അപ്പോൾ പഴയ ആൾക്കാരെയൊക്കെ അതേ രീതിയിൽ തന്നെയാണോ നിങ്ങൾ നേരത്തെ അപ്രോച്ച് ചെയ്യാം? അതെ, ഒരു വലിയൊരു അല്ലെങ്കിൽ രഞ്ജു എന്ന ആ ഒരു പഴയ സുഹൃത്തായിട്ട് കാണും. എങ്ങനെയാണ് ആ പേഴ്സണായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടുപോകാനുള്ള ചാൻസ്? ഇവളിപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സൗഹൃദത്തിന് കൊടുത്ത ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാകും. അതൊത്തിരി വികസിച്ചിട്ടുമില്ല, ചുരുങ്ങിയിട്ടുമില്ല. ഞാൻ എവിടെ നിർത്തിയോ എൻ്റെ സൗഹൃദം എക്സ്ട്രീം ലെവലിൽ എത്തിയപ്പോഴായിരിക്കാം സ്റ്റോപ്പായത്. ആ ഒരു ആകൃതിയെ തന്നെ അതവിടെ ഉണ്ടാകും. അതിന് മങ്ങലൊന്നും ഏൽപ്പിച്ചിട്ടുണ്ടാകില്ല. ഇവനിപ്പം ഇല്ല, ഞാൻ പറയട്ടെ, നമ്മളൊരു ഒരു ഒരു എന്താ പറയുക, ഒരു വലിയൊരു പാറക്കല്ലിൽ എൻ്റെ മൈൻഡ് അത്തരം ഒരു സ്റ്റോൺ ആയിരുന്നു. കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ഹൃദയമായിരുന്നു എൻ്റേത്. പിന്നിപ്പോൾ ഞാൻ എല്ലായിടത്തേക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് സൗഹൃദം ഒരു ബോയ് ആയിട്ട് കണക്ട് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ലായിരുന്നു. ഞാൻ ഭയങ്കര സ്ട്രോങ് പേഴ്സൺ ആയിരുന്നു. പക്ഷെ അവിടെയാണ് കട്ട് ഓഫ് വന്നത്. അപ്പം ആ ഒരു കരിങ്കല്ലിൽ കൊത്തിവെച്ച രൂപം നമ്മളിനി എത്ര വാർണിഷ് ചെയ്ത് മറച്ചാലും ആ സ്ട്രക്ചർ അവിടെ ഉണ്ടാവും, ഇല്ലേ? മങ്ങലേറ്റിട്ടുണ്ടാവും.
പക്ഷെ ആ രൂപം അവിടെയുണ്ട് എന്നതുകൊണ്ട് തന്നെ എൻ്റെ പഴയ സൗഹൃദത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി തന്നെ ട്രീറ്റ് ചെയ്യാനേ ഞാൻ ശ്രമിക്കും. ആൾ ഈ ഒരു സക്സസിനെ എങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക? മേ ബി ആ കക്ഷിയുടെയും ഏറ്റവും വലിയ ഡ്രീം ആയിരിക്കാം എൻ്റെ സക്സസ് ആയിരിക്കാം. ചിലപ്പോൾ ഞങ്ങളുടെ സൗഹൃദത്തിനിടയിൽ വന്നിരിക്കുന്ന ചില വീഴ്ചകൾ ചിലപ്പം എൻ്റെ സക്സസ്സിലേക്ക് ഞാൻ കൂടുതൽ പോകട്ടെ എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ആയതായിരിക്കാം. മേ ബി നമുക്ക് അങ്ങനെയും ചിന്തിക്കാമല്ലോ. എൻ്റെ സൗഹൃദം വേണ്ട എന്ന് വെച്ചിട്ട് ഉപേക്ഷിച്ചതായിരിക്കില്ലായിരിക്കും. ഞാൻ കുറച്ചും കൂടി സ്ട്രോങ് ആകട്ടെ, എൻ്റെ ഈ സൗഹൃദമായിട്ട് രഞ്ജു കുറേ അഡിക്റ്റായി പോകുന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മാറി പുള്ളിക്കാരത്തിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് മാറിയതാണെങ്കിലോ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അല്ല, അങ്ങനെ ആവട്ടെ, അങ്ങനെയാണെന്ന് വിചാരിക്കാം. അതെ, ചിലപ്പോ മറിച്ച് അദ്ദേഹത്തിന്റെ ഫാമിലിയും കാര്യങ്ങളും ആയിട്ട് പോവാനും മതിയല്ലോ. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ തിങ്കിങ് ആണ് അല്ലേ. ഞാൻ തിങ്ക് ചെയ്യുന്നത് പോലെ അവർ തിങ്ക് ചെയ്യണമെന്ന് പറയുന്നത് മോശമാണ് അല്ലേ. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ഒരു ചെറിയ പൊസസീവ്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ പോകെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇതെല്ലാം മെച്ചുവറായി. ഞാൻ മെച്ചുവറായിരുന്നു, പക്ഷെ കുറച്ചും കൂടി റിയലിസ്റ്റിക് സ്ട്രോങ് പേഴ്സൺ. ഈ നെയിമിങ്ങില് നമ്മുടെ നെയിം പറയുമ്പോൾ ഓറ, ഡോറ, ഇതിനൊക്കെ എന്താണ്, ഇതിനൊരു കണക്ഷൻസ് ഉണ്ടോ നാട്ടിലുള്ള അക്കാദമിയുടെയും അതായത് ഈ ബ്യൂട്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ പേര് ഡോറ എന്നാണ്, ഇവിടെ വരുമ്പോൾ അത് ഓറയാണ്. ഈവൻ ഓറ എന്ന് പറയുന്നത് നമ്മളിൽ എല്ലാവരിലും ഉള്ളതാണ്. ഓറ അത് ഞാൻ തിരിച്ചറിഞ്ഞു. ഡോറ എന്ന് പറയുന്നത് നമ്മൾ മേക്ക് ചെയ്യുന്നതാണ്. യുനോ, എൻ്റെ ഡോറയിൽ വരുമ്പോൾ നിങ്ങളെ ഞാൻ ഡോറയെ പോലെ സുന്ദരിയാക്കും. നിങ്ങൾ എൻ്റെ ഓറയിൽ വരുമ്പോൾ എന്നിലുള്ള ഓറ നിങ്ങളിലേക്ക് തരും. അതാണ് ഈ രണ്ടിനും എനിക്ക് രണ്ട് ഫാക്ടറുകളുണ്ട്. ഡോറ വിത്തൗട്ട് JSR ട്രെൻഡി ഫാഷൻ നത്തിങ് ഹാവ് ഡോറ. ഈവൻ ഇപ്പോൾ ഓറ ബ്യൂട്ടി ലോഞ്ച് മവസ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നത്തിങ് ഹാവ് ഓറ ബ്യൂട്ടി ലോഞ്ച് ബൈ രഞ്ജിമാർ. ബിക്കോസ് ഇതുപോലുള്ള ഒരു കൺട്രിയിൽ ഞാനിവിടെ വരുമ്പോൾ ഇവൻ എനിക്ക് നല്ലൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഡിസിഷൻ മേക്കർ വേണമായിരുന്നു. എൻ്റെ ഒരു ഡിസിഷൻ മേക്കർ ആയിരുന്നു മവസ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞത്. അൻസർ സാറും ഇജാസ് സാറും അടങ്ങുന്ന ആ ഒരു ഫാമിലിയിലേക്കാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ എന്നിലുള്ള എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ എന്നെ സ്വീകരിച്ചത്. മനസ്സിലായോ? നമ്മൾ ₹1 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു പവറും കൂടി നമുക്ക് വേണം. എന്നിലുള്ള ആ പവറാണ് മവസ എടുത്തത്. അതിലൂടെയാണ് ഓറ ഉണ്ടാവുന്നത്. എന്തായാലും നിങ്ങൾ വിചാരിച്ച പോലെ ഇവിടെയും അതുപോലെ അക്കാഡമിയും ഓറ ബ്യൂട്ടി അക്കാഡമിയും തുടങ്ങി നല്ല രീതിയിൽ തന്നെ കുറേ നിങ്ങൾ വിചാരിച്ചതിലുപരി നല്ല രീതിയിൽ എത്താനാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ആവും, ഉറപ്പാണ്. ഇതുപോലെ തന്നെയാണെങ്കിൽ എന്തായാലും ആവും. ഇപ്പം തന്നെ ഇന്ന് തന്നെ നമുക്ക് എത്രാമത്തെ ദിവസം ഇൻ്റർവ്യൂ കിട്ടിയ